മഹത്തായ രാജ്യത്തിന്റെ മഹാനായ നേതാവ് ഷീ ജിൻപിങ്ങിനെ കുറിച്ച് ഇത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. 6 വർഷത്തെ ആഗോള സംഘർഷങ്ങളും വ്യാപാര യുദ്ധങ്ങളും 155% തീരുവ ചുമത്തിക്കളയുമെന്ന ഭീഷണികളെയുമൊക്കെ ഒരൊറ്റ ഹസ്തദാനത്തിൽ മറന്നു. ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുമെന്ന സൂചനയും ട്രംപ് നൽകി. തൊട്ടിപ്പുറത്തുള്ള ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയുന്ന ട്രംപ് നൽകുന്ന സൂചന എന്താണ്? ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് ട്രംപ് ഷീ കൂടിക്കാഴ്ച നടന്നത്. അർത്ഥവത്തായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും ചൈനയുമായി ദീർഘകാലത്തേക്ക് അതിഗംഭീരമായ ബന്ധമുണ്ടാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തു. 2019 ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായാണ് മുമ്പിരുവരും കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ വ്യാപാര സാമ്പത്തിക സംഘർഷങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അതിനുശേഷം 6 വർഷങ്ങൾക്ക് പുറം നടന്ന കൂടിക്കാഴ്ച കടുത്ത സംഘർഷങ്ങൾക്കിടയിലായിരുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെബ്രുവരിയിൽ ഫെന്റനൈൽ ലഹരിമരുന്ന് US-ലെത്തുന്നതിന്റെ പേരിൽ ചൈനയ്ക്ക് 10% തീരുവ ചുമത്തിയാണ് ട്രംപ് വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ. എന്തൊക്കെ ധാരണകളിലാണ് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് പരിശോധിക്കും. പ്രധാനമായും ഒരു വ്യാപാര വെടിനിർത്തലാണ് ഉണ്ടായത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള US-ന്റെ മൊത്തം തീരുവ 57% നിന്ന് 47% കുറയ്ക്കാൻ ധാരണയായി. ഫെന്റനൈൽ തടയുന്നതുമായി ബന്ധപ്പെട്ട താരിഫുകൾ 20% നിന്ന് 10% കുറയ്ക്കും.